സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് ബന്ധപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ, മൊബൈൽ ഉപയോഗിക്കുന്നവരെ, ഫിത്നകൾ എക്സ്പോസ് ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. വിദൂരമല്ലെന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രെയിം ചെയ്യപ്പെട്ട ഫിത്നകൾ കൽബിനകത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കൽബ് കിടക്കുന്നത് ഇടത് ഭാഗത്ത്, അവിടെയാ നമ്മളെ പോക്കറ്റ് കിടക്കുന്നത്. ഫ്രെയിം ചെയ്യപ്പെട്ട ചതുരത്തിൽ കിടക്കുന്ന അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പിക്ചറുകളും ഇഷ്ടമില്ലാത്ത മെസ്സേജുകളും ഇഷ്ടമില്ലാത്ത വീഡിയോകളും കൽബിനകത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ലെന്ന് ഹബീബ് പറയുമ്പോ എത്ര മനോഹരമായി ചർച്ച ചെയ്യാൻ പറ്റുന്നു ഇന്ന് ഈ ഹദീസ്. ലാ യദഉ ബൈത ഖബരിൻ വലാ വദരിൻ ഇല്ലാ ദഖലത്ഹു. ഇതില്ലാത്ത പാവപ്പെട്ടവനില്ല, ഇതില്ലാത്ത പണക്കാരനില്ല. എല്ലാ വീട്ടിലും ഈ ഡിവൈസുകൾ ഇന്നുണ്ട്, എല്ലാരെ കയ്യിലും ഇന്നതുണ്ട്. അതിന് പ്രായവ്യത്യാസങ്ങളില്ല, അതിന് കാശുണ്ടോ എന്ന നോട്ടമില്ല. അതാര് കയ്യിലും ഇന്ന് സുലഭമായി കിടക്കുന്നതാണ്. ഫ്രെയിം ചെയ്യപ്പെട്ട ഫിത്നകൾ എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും കിടക്കുന്നുണ്ട് എന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരത്ഭുതമാണ്! സൈബർ ലോകത്തെ കുറിച്ച് മനോഹരമായി വരച്ചു വച്ചില്ലേ നബി. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന യുഹിബ്ബൂന, ഒരു വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അൻ തശീഅൽ ഫാഹിഷ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വ്യഭിചാരത്തിന്റെ പിക്ചറുകളെ അങ്ങ് റീസെന്റ് ചെയ്യാൻ, അങ്ങ് പരത്തിക്കളയാൻ, അങ്ങ് എല്ലാവരിലേക്കും എത്തിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആരാണവർ? ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പെയിൻഫുൾ ആയ ശിക്ഷകൾ കൊടുക്കുന്നുമുണ്ട്. ആർക്കാണ് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, തിന്മ വ്യാപിക്കാൻ അവസരം കിട്ടിയാൽ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, അവസരം കിട്ടിയാൽ തീർത്തും അനോണിമസ് ആയ നമ്പറുകൾ ഉപയോഗിച്ച്, പരിചിതമല്ലാത്ത പ്രൊഫൈൽ പിക്ചറുകൾ ഉപയോഗിച്ച് എല്ലാവരിലേക്കും തിന്മയുടെ ടെക്സ്റ്റ് മെസ്സേജുകളും തിന്മയുടെ പിക്ചറുകളും തിന്മയുടെ വീഡിയോകളും അവനിഷ്ടമില്ലാത്ത മതത്തിന്റെ പരിധിയിൽ പുറത്തുപോയ വിഷയങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരമുസ്ലിങ്ങളാണെങ്കിൽ ഈ വേദിയിൽ ചർച്ച ചെയ്യേണ്ടതില്ലായിരുന്നു. ആരാണവർ? ഫില്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്, വയലിന് വേണ്ടി സംഘം ചേർന്നവരാണ്, പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നവരാണ്, മുസ്ലിം നാമധാരികളാണ്. അവരാണ് സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ, വല്ല ചാൻസ് മൊത്ത് കിട്ടിയാൽ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും പടച്ച തമ്പുരാൻ അവർക്ക് വലിയ ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട്. ആക്സിഡന്റിൽ കുടുങ്ങി വീട്ടിൽ തളർന്ന് വീട്ടിൽ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന ചെറുപ്പക്കാരികളെ കാണുമ്പോ നമ്മളൊക്കെ പലരും പറയാറുണ്ട്, ഓടി നടന്നിരുന്ന, നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ, നന്മയ്ക്ക് വേണ്ടിയിട്ട് സംഘം ചേർന്ന ചെറുപ്പക്കാരൻ, പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനെത്താറുണ്ടായിരുന്നവൻ, ആതുര സേവന രംഗത്ത് ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കാൻ സജ്ജനായിരുന്ന ആള്,
എല്ലാം പറയാറുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തിന്മ ചെയ്യാൻ അവസരം കിട്ടിയെങ്കിൽ നിർവഹിക്കാമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നാൽ മതി. ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവർക്ക് വലിയ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ചിലപ്പോ അതായിരിക്കാം ചിലപ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണേ, ഇഷ്ടപ്പെടുന്നവർക്ക് പോലും വലിയ ശിക്ഷയുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നവരെ പറഞ്ഞിട്ടുള്ളൂ പരിശുദ്ധ ഖുർആൻ. ഇഷ്ടപ്പെട്ടാൽ മതി, ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അവസരം കിട്ടിയാൽ ചെയ്യാമായിരുന്നു എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നാൽ പോലും ലഹും അദാബുൻ അലീമൻ, വലിയ ശിക്ഷയാണ്. എന്നാൽ നമ്മളൊക്കെയോ തിന്മയിൽ തന്നെ ജീവിച്ചവർ, എല്ലാ മെസ്സേജുകൾക്കും കമന്റ് എഴുതുന്നവർ, ലൈക്ക് അടിക്കുന്നവർ, എല്ലാവരിലേക്കും ഇഷ്ടമില്ലാത്തത് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു വിടാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും, അവരുടെ ശിക്ഷ എത്രയായിരിക്കും? പിന്നെ അവരുടേത് പിന്നെ എത്രയായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതിയെ സൈക്കോളജി പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചത്. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹുവിന് അറിയാമടാ നീ എങ്ങനെയാ എവിടെന്നാ സെൻഡ് ചെയ്തത് എന്ന്, ആർക്കാണ് സെൻഡ് ചെയ്തത് എന്ന്, ഏത് മെസ്സേജിനാ കമന്റ് എഴുതിയത് എന്ന്, ഏത് മെസ്സേജാണ് ഷെയർ ചെയ്തതെന്ന് അല്ലാഹുവിനറിയാം. വ അൻതും ലാ തഅലമൂൻ. നീ വിചാരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാണ്. വേറൊരാളുടെ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്തത്, അല്ലെങ്കിൽ മറ്റാളുടെയോ ഐഡിയിൽ വാങ്ങിയ നമ്പർ ഉപയോഗിച്ചായിരിക്കാം നീ ചെയ്തത്. നീ വിചാരിക്കുന്നത് ആരും അറിഞ്ഞില്ലെന്ന്, കണ്ടുപിടിക്കാൻ സാധ്യമാകില്ലെന്ന്, സൈബർ സെല്ലുകാരനെ പോലും കബളിപ്പിക്കാമെന്നായിരിക്കാം നീ വിചാരിച്ചത്. എന്നാൽ അല്ലാഹു ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ സൈക്കോളജി പറഞ്ഞിട്ടാണ്, അവരുടെ മാനസിക തലം പറഞ്ഞിട്ടാണ് ഈ ആയത്തിനെ അവസാനിപ്പിച്ചത്. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. നീ വിചാരിക്കുന്നത് ആരും അറിയില്ലെന്ന്, എന്നാൽ എല്ലാം എനിക്കറിയാമെന്ന്. പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെതിരല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സദാസമയത്തും? അവനല്ലേ എല്ലാം സംവിധാനിച്ചത്, അവനല്ലേ എല്ലാം തന്നത്. സ്ക്രീനോ മാനിയ എന്ന് പറയുന്ന രോഗങ്ങൾ കടിമപ്പെട്ടു പോകുന്നുണ്ട് ചെറുപ്പക്കാര് പലരും. അങ്ങനെയാണ്. സ്മാർട്ട് ഫോണിൽ നിന്നും മറ്റുമുള്ള നീല വെളിച്ചം കണ്ണിന് വളരെ ദോഷകരമാണെന്നറിയാം. എന്നാലും ഇവ അമിതമായി കണ്ണിൽ പതിക്കുന്നത് മാക്കുലർ ഡീജനറേഷനും തുടർന്ന് അന്ധതക്കും കാരണമാകുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും, വിവിധ പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ട് പോലും, ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ തകിടം മറിച്ച് ഉറക്കമില്ലാതാക്കുന്നു എന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും നമ്മൾ അതിലേക്ക് തന്നെ അല്ലാഹു നിഅമത്തായിട്ട് അവരെ കാണാൻ വേണ്ടി സംവിധാനിച്ച, അവനെ കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു തന്ന, അവനെ കാണാൻ സ്ക്രാച്ച് ഇല്ലാതെ ബഫറിംഗ് ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 15 തവണ കൈകിപ്പിച്ച കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് നാം ഈ സ്ക്രീനിലേക്ക് നോക്കി അവനിഷ്ടമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണുകളും അല്ലാഹുവിനെ നോക്കാനുള്ളതാണ്. ലോകത്ത് നാളെ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഖൈറ് الذين أحسنوا الحسنى وزيادة. ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു തന്നിട്ടുണ്ട്, സ്വർഗം ലഭിക്കുമെന്ന്, അതിനപ്പുറം വേറെയും അധികവും എക്സ്ട്രയും ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ സഹാബത്ത് ഓടിച്ചെന്ന ഇബ്നു അബ്ബാസ് എന്നവരോട് ചോദിച്ചു, എന്താണ് സിയാദ എന്ന് പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞു, സ്വർഗം നമുക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് അവസാനമായിട്ട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമെന്ന് നമുക്കറിയാം. എന്നാൽ അതിലപ്പുറം തരുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നേരെ ചെന്നിട്ടുണ്ട് ഇലാ ഹളറത്തി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്കരികിൽ ചെന്ന് ചോദിച്ചു, നബിയേ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. പരിശുദ്ധ ഖുർആന്റെ സിയാദ മനസ്സിലായില്ലല്ലോ ഞങ്ങൾക്ക്. നബി തങ്ങൾ പറഞ്ഞു, സിയാദ എന്ന് പറഞ്ഞാൽ നിന്റെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവിനെ കാണലാണ്.
മേലാപ്പ് പോലത്തെ ആകാശത്തെ സംവിധാനം ചെയ്ത പടച്ചതമ്പുരാനെ കാണലാണ്. കളകളാരവത്തോടെ ഒഴുകുന്ന പുഴകളെ കാണലാണ്. സംവിധാനിച്ച അള്ളാനെ കാണലാണ്. അജായിബ് നിറഞ്ഞ സമുദ്രത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ കാണലാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബ. ശരീരത്തെ സൃഷ്ടിച്ച അത്രയും മിടുക്കോടെ എഞ്ചിനീയറിംഗ് നടത്തിപ്പോയ പടച്ചതമ്പുരാനെ കാണലാണ് സിയാദ. അത് കാണുമ്പോ സ്ക്രാച്ച് ഇല്ലാതിരിക്കാനാണ്. എല്ലാ കണ്ണും അല്ലാഹനെ കാണും. കാണുന്ന സമയത്ത് ബഫറിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വുളൂയിലൂടെ 15 തവണ ഡെയിലി നമ്മുടെ കൈകളെ കൈകിപ്പിച്ചു അല്ലാഹു. ആ കണ്ണുകളാണ് അവൻ ഇഷ്ടമില്ലാത്തതിലേക്ക് സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് തിന്മയുടെ നുക്തത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്. ഓർക്കണേ, ഏതാണ് ഈ കണ്ണുകൾ എന്നറിയോ നിങ്ങൾക്ക്? ഏതാണ് ഈ കണ്ണുകൾ എന്നറിയോ? എന്റെ മൊബൈലിൽ 8 മെഗാ പിക്സൽ പവറാണ് ഫ്രണ്ട് ക്യാമറക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐഫോണുകൾക്ക് 50 മെഗാ പിക്സൽ ആയിരിക്കാം മാക്സിമം പോയാൽ ഉണ്ടാവുക. എന്നാൽ കണ്ണാകുന്ന ഐബോളുകൾക്ക് 576 മെഗാ പിക്സൽ പവർ തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമാകുന്ന ബാഹ്യമാകുന്ന ഇടപെടലുകൾക്ക് കണ്ണിന്റെ ലെൻസിന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ ജോലി നിർവഹിക്കുന്ന കൺപോളകൾ സംവിധാനിച്ച അല്ലാഹു കൺപോളകൾ 11 തവണ അറിഞ്ഞോ അറിയാതെയോ തുറക്കണമെന്നാണ് ശാരീരിക നിയമം. അടക്കണം, തുറക്കണമെന്നാണ്. ആ കണ്ണുകളെ സംവിധാനിച്ച പടച്ചതമ്പുരാൻ ഒരുപാട് നിയമത്തുകളെ കണ്ണുകൾക്ക് മാത്രം തന്ന പടച്ചതമ്പുരാൻ കണ്ണിന്റെ മുകളിൽ വെറുതെ വൈപ്പർ ജോലി ചെയ്തുകൊണ്ട് കൺപോളകൾ ചലിച്ചാൽ സ്ക്രാച്ച് വീഴും. അവിടെയാണ് വാഹനത്തിലൊക്കെ വെള്ളമൊഴിച്ച ശേഷം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ വൈപ്പർ അവിടെ നിന്ന് ചലിപ്പിക്കാറുള്ളത്, മൂവ് ചെയ്യിക്കാറുള്ളത്. എന്നാൽ അതുപോലെ കണ്ണുനീരാകുന്ന അനുഗ്രഹത്തിന്റെ ജലം പടച്ചതമ്പുരാൻ സംവിധാനിച്ചു കണ്ണിന്റെ മുകളിൽ. ആ വെള്ളമില്ലാതിരുന്നാലും കണ്ണിന് സ്ക്രാച്ച് വരുമത്രേ. ഓർക്കണേ, എന്തോ ഒരു എത്ര വലിയ എഞ്ചിനീയറിംഗ് ആണ് അല്ലാഹു ചെയ്തത്. ആരും റീഫിൽ ചെയ്യാറില്ല ഒരിക്കൽ പോലും. 30 കൊല്ലം ജീവിച്ചവർ, 40 കൊല്ലം ജീവിച്ചവർ, ചെറുപ്പക്കാര് ആരും ഇതുവരെ അവന്റെ കണ്ണുനീര് റീഫിൽ ചെയ്തു കൊടുത്തിട്ടില്ല. ആ കണ്ണുനീരെങ്ങാനും വറ്റിപ്പോയിരുന്നെങ്കിൽ പൊന്നുമോനെ, ഈ വയലിലേക്ക് വരുമ്പോ ഒരു ബൗളിൽ വെള്ളവും ഒരു ചെറിയ തൂവലും പിടിച്ച് ഇടക്കിടക്ക് നനച്ചു കൊടുക്കേണ്ട സാഹചര്യം ഒന്നോർത്ത് നോക്ക്. ആ കണ്ണാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ ഇഷ്ടമില്ലാത്ത സ്ക്രീനിലേക്ക് ചിത്രങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അവൻ ഇഷ്ടമില്ലാത്ത പടങ്ങളെ കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കണേ, നിയമത്തുകളെ ചൂഷണം ചെയ്യുമ്പോ ഓർക്കണേ, നാളെ അല്ലാഹു ചെയ്തു തന്ന നിയമത്തുകളെ കുറിച്ച് നാളെ സുആലുണ്ടാകുമെന്ന്, ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് എല്ലാവരും ഓർത്തിട്ട് വേണേ നമ്മുടെ കണ്ണുകൾ ഉപയോഗപ്പെടുത്താൻ. ഏതാണ് ഈ കാതുകൾ? ഏതാണ് ഈ കാതുകൾ? വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജുകളെല്ലാം, വരുന്ന ഓഡിയോകളെല്ലാം, വരുന്ന എല്ലാ മെസ്സേജുകളും എടുത്ത് കേൾക്കാറുണ്ടല്ലോ നമ്മള്. ഓർക്കണേ, 20 ഡെസിബൽ യൂണിറ്റിന്റെയും 120 ഡെസിബൽ യൂണിറ്റിന്റെയും ഇടയ്ക്ക് വോളിയം ഓപ്പറേറ്റ് ചെയ്ത് വെച്ച പടച്ചതമ്പുരാന് ആ ഓപ്പറേറ്റ് എങ്ങാനും തെറ്റിപ്പോയാൽ, 120 ഡെസിബലിന്റെ മുകളിൽ ശബ്ദം കേട്ടുപോയാൽ ആ മനുഷ്യൻ മൈൻഡ് ഔട്ട് ആകുമെന്നാണ്, ആ മനുഷ്യൻ മരിച്ചു പോകുമെന്നാണ്. എവിടെ തെളിവുണ്ട് ഉസ്താദേ? പറയാം നിങ്ങളോട്. കൽബുൽ ഖുർആൻ യാസീനിൽ പറയുന്നില്ലേ? 3 തലങ്ങളിൽ പറയുന്നുണ്ട്. ഇൻകാനത് ഇല്ലാ സുയഹതം വാഹിദ. 3 തവണയാണ് ആവർത്തിച്ചത്. കഴിഞ്ഞുപോയ തലമുറയിലെ ഒരുപാട് സൊസൈറ്റിയെ അല്ലാഹു നശിപ്പിച്ചത് ഇൻകാനത് ഇല്ലാ സുയഹതം വാഹിദ. ഒരൊറ്റ 120 ഡെസിബൽ യൂണിറ്റിന് മുകളിലുള്ള വോളിയത്തിൽ ഒരു ഇടി വെട്ടിയപ്പോ അവരെല്ലാവരും അവരുടെ വീടുകളിൽ ഡെഡ് ബോഡികളായി കടന്നുപോയിട്ടുണ്ട് എന്ന് കൽബുൽ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അത്രയും മനോഹരമായി കർണപുടങ്ങളുടെ വോളിയം ഓപ്പറേറ്റ് ചെയ്ത പടച്ചതമ്പുരാന്റെ നിയമത്തിന്റെ അരികിലേക്കാണ് ഹെഡ്സെറ്റ് ചേർത്ത് വെച്ച് തിരികെ വെച്ചിട്ട് അവൻ ഇഷ്ടമില്ലാത്ത മ്യൂസിക്കുകൾ കേട്ടുപോകുന്നത്. ചെറുപ്പക്കാരാ, സൈബർ ലോകത്ത് ജീവിക്കുന്ന പൊന്നുമോനെ, അല്ലാഹു നാളെ ചോദ്യം ചെയ്യില്ലേ അവൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച്?
അവൻ നിനക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാളെ നിന്നോട് ചോദ്യം ചെയ്യില്ലേ? നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഈ അക്കൗണ്ടുകളെല്ലാം അവന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിവാണ് ഈ സദസ്സ് കൊണ്ട് നമ്മൾ നേടേണ്ടത്. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുക്കറിയാം എവിടെന്നാണ് നിനക്ക് മെസ്സേജ് വന്നതെന്ന്, എവിടേക്കാണ് നീ റീസെന്റ് ചെയ്തത് എന്ന് എല്ലാം പടച്ച തമ്പുരാൻ അറിയാം. കിട്ടുമ്പോഴേക്ക് നമ്മളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും അണ്ണാക്ക് തൊടാതെ, എവിഡൻസ് നോക്കാതെ, ആരാണ് സെൻഡ് ചെയ്തതെന്ന് നോക്കാതെ, കിട്ടുമ്പോഴേക്ക് ഫേക്ക് ന്യൂസ് ആയാലും അല്ലെങ്കിലും ഒരാളെയും നോക്കാതെ സത്യസന്ധമായിട്ടാണോ അതെന്നറിയാതെ എത്രയോ മെസ്സേജുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്. അടുത്ത ഗ്രൂപ്പുകളിലേക്ക് തട്ടിവിടാറുണ്ട്. കേൾക്കണേ, സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹുദ്ഹുദ് എന്ന തന്റെ പക്ഷിയോട്, ഹുദ്ഹുദിനോട് പറഞ്ഞിട്ടുണ്ട്, യമൻ എന്ന രാജ്യത്ത് വെള്ളം തേടി പോകണേ എന്ന്. വെള്ളമന്വേഷിച്ച് പോവാൻ വേണ്ടി ഹുദ്ഹുദ് പക്ഷിയോട് പറഞ്ഞപ്പോ ഹുദ്ഹുദ് പക്ഷി വെള്ളമന്വേഷിച്ച് യമൻ രാജ്യത്ത് ചെന്ന് തിരിച്ചു വരാൻ നേരം വൈകിയപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്തത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഹുദ്ഹുദ് പക്ഷി ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം ഹുദ്ഹുദിന്, അല്ലെങ്കിൽ ഹുദ്ഹുദിനെ കട്ട് ചെയ്ത് കളയണം. ഇനി ജീവിക്കേണ്ട. സുലൈമാൻ നബിയുടെ വാക്ക് കേട്ട് പോയിട്ട് ആ പ്രൊജക്ട് ചെയ്യാൻ ഇത്ര താമസമോ? ഇത്ര അധികം സമയം വേണ്ടതില്ലല്ലോ. ഹുദ്ഹുദ് കടന്നു വരട്ടെ, അറുത്ത് കളയാമെന്ന് തീരുമാനിച്ച സുലൈമാൻ നബിക്ക് മുമ്പിലേക്കാണ് യമന്റെ ഭാഗത്ത് നിന്ന് പറന്നു വന്നത്. ഹുദ്ഹുദ് പക്ഷി പറന്നു വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, സുലൈമാൻ നബിയെ, നേരം വൈകിപ്പോയി, എനിക്കറിയാം. ഞാൻ യമനിലെത്തിയപ്പോ അവിടെ ഒരു രാജ്ഞിയെ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു ഖീനെ കണ്ടിട്ടുണ്ട്. ആ രാജ്ഞിയും അവിടുത്തെ പരിവാരങ്ങളും സൂര്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ അവസ്ഥ എന്ത്, അവരുടെ സംസ്കാരം എന്ത്, അവരുടെ റബ്ബ് ഏത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത്തിരി സമയം ഞാൻ അധികം അവിടെ ഉപയോഗിച്ചതാണ്. നേരം വൈകാൻ കാരണമെന്ന് പറഞ്ഞപ്പോ അണ്ണാക്ക് തൊടാതെ വീങ്ങിയിട്ടില്ല. അങ്ങനെയോ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. സുലൈമാൻ നബി പറഞ്ഞത്, സനൻളുറു, ഞാനൊന്ന് നോക്കട്ടെ നീ പറയുന്നത് സത്യമാണോ എന്ന്. ആ ഒരു അവധാനതയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മെസ്സേജ് വരുമ്പോ മറ്റു ഗ്രൂപ്പുകളിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് ചെറിയൊരു അവധാനതയെങ്കിലും കാണിക്കുക. ചെറിയൊരു അവധാനതയെങ്കിലും കിട്ടുമ്പോഴേക്ക് ഞാനാവണം അടുത്ത ഗ്രൂപ്പിൽ ആദ്യമായിട്ട് സെൻഡ് ചെയ്തത് എന്നതിൽ വല്ലാത്തൊരു ഇമേജ് പോലെ അതാണ് നമ്മൾ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിന്റെ സമയമാണിത്. സംസ്ഥാന കലോത്സവം പൊടിപടിക്കുമ്പോ ആരാണ്, ഏത് കലോത്സവത്തിനാ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്? രക്ഷിതാക്കളും മത്സരാർത്ഥികളും കാണിക്കുന്ന ആവേശമാണ് ഇത്രയും അതിന് പോപ്പുലാരിറ്റി കിട്ടിയത്, ഇത്രയും മാധ്യമങ്ങളിൽ ആ സ്ഥാനം പിടിക്കാൻ കാരണം രക്ഷിതാക്കളും മത്സരാർത്ഥികളും കാണിക്കുന്ന ഉത്സാഹമാണ്. ഓർക്കണേ, എവിടക്കാ നമ്മൾ മത്സരിക്കേണ്ടത്? എന്റെ ചെറുപ്പക്കാരെങ്ങോട്ടാ മത്സരിക്കേണ്ടത്? വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. എവിടക്കാ നമ്മൾ ഓടേണ്ടത്? എവിടക്കാ നമ്മൾ ധൃതി കാണിക്കേണ്ടത്? പടച്ച തമ്പുരാന്റെ മഗ്ഫിറത്തിലേക്കല്ലേ നമ്മൾ ധൃതിയിൽ ഓടിപ്പോവേണ്ടത്. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്, റബ്ബിന്റെ പൊറുക്കലിലേക്കാണ് നമ്മളെല്ലാവരും ഓടിപ്പോവേണ്ടത്. ഇസ്തഗ്ഫിറൂ റബ്ബഹ ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈനാ മിദ്റാറാ. ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമെന്ന്. നമ്മൾ ഓടേണ്ടത് മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഓടേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്ന് സ്ഥലങ്ങളിൽ, മൂന്ന് സാഹചര്യങ്ങളിൽ. ഒന്ന് അൽ അദാൻ, ബാങ്ക് വിളിക്കാനാണ് മുൻഗാമികളായ 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ആളുകൾ ഓടിയത്. കലോത്സവത്തിലേക്കായിരുന്നില്ല, തിന്മയിലേക്കായിരുന്നില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കാണ് അവരോടിയത്.
അഥവാ അള്ളാന്റെ ഹബീബ് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് അൽ അജലതു മിനശ് ശൈത്വാൻ, ധൃതിയിൽ പോവുക, ആവേശം കാണിക്കുക, അഡിക്ഷൻ ഉണ്ടാവുക എന്നത് 3 വിഷയങ്ങളിലാണ്. ഒന്ന് അൽ അദാൻ, ബാങ്ക് വിളിക്കാനാണ് ഇന്ന് ആളുകൾ ഇല്ലാതെ പോകുന്നത്. ബാങ്ക് വിളിക്കാൻ ആളെ ഇല്ല. ബാങ്ക് വിളിക്കാൻ ഇന്ന് വളരെ പ്രയാസപ്പെട്ടാണ് മുഅദ്ദിനെ എത്രയോ പരസ്യങ്ങൾ കൊടുത്തിട്ടാണ് ആളെ കിട്ടുന്നത്. മാത്രമല്ല അതെന്തോ ഒരു ചെറിയ ജോലി പോലെ, നിസാരമായ ജോലി പോലെ, അവർക്ക് ശമ്പളവും തന്നെ വളരെ കുറവ്. ഓർക്കണേ, അന്ന് സഹാബത്ത് മത്സരിച്ചിരുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നത്രേ, എനിക്ക് ഖലീഫ പദവി കിട്ടിയില്ലെങ്കിൽ ഞാൻ മസ്ജിദുൻ നബവിയിലെ ബാങ്ക് വിളിക്കുന്ന ആളാകുമായിരുന്നുവെന്ന്. അത്രയും പുണ്യമുള്ളതാണ്. അത്വലുന്നാസി ആനാഖൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തല ഉയർത്തി നടക്കുന്നവർ അത് ബാങ്ക് വിളിച്ചവരാണ്, എന്റെ മുഅദ്ദിനുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തത് നിസ്കാരത്തിലേക്ക്, സഫിലേക്ക് ആദ്യ സമയത്ത് തന്നെ നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. നമ്മൾ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് ജുമുഅക്ക് നേരത്തെ പോവുക എന്നതാണ്. ചെറുപ്പക്കാര് കേൾക്കണം, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കേൾക്കണം, എപ്പോഴാ നമ്മളൊക്കെ ജുമുഅക്ക് പോവാറുള്ളത്? ലോകത്ത് ആദ്യം നടന്ന ബിദ്അത്ത് അത് പള്ളിയിലേക്ക് നേരം വൈകി വരലായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ സുബ്ഹി കഴിഞ്ഞാൽ പള്ളിയിൽ നേരത്തെ ആളുകൾ പോകും. സുബഹിക്ക് ശേഷം വീട്ടിൽ വന്ന് വല്ലതും കഴിച്ച് നേരെ പള്ളിയിലേക്ക് ഒരുപാട് പേര് ഒരുപാട് നേരത്തെ പള്ളിയിലെത്തിയിട്ട് അൽഖഫ് ഓതാറുണ്ടായിരുന്നു. ലോകത്താദ്യം നടന്ന ബിദ്അത്ത് അത് പള്ളിയിലേക്ക് ജുമുഅക്ക് നേരം വൈകി വരലായിരുന്നു എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. കേൾക്കണേ, അവിടേക്കല്ലേ മത്സരിക്കേണ്ടത്, അവിടേക്കല്ലേ നമ്മൾ മത്സരിക്കേണ്ടത്. കലോത്സവത്തിനപ്പുറം അവൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ഐറ്റംസുകൾ മത്സരിക്കാൻ ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ച് അവിടെ പോയി ക്യാമ്പ് ചെയ്യുന്നതിനേക്കാളപ്പുറം ഇന്ന് എത്ര പേർക്ക് ജുമുഅ കിട്ടിയിട്ടുണ്ടാവും. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കാൻ വേണ്ടി ചില ചിന്താശകലങ്ങളെ സമ്മാനിച്ച് ഞാൻ അവസാനിപ്പിക്കും. കേൾക്കണേ, നമ്മൾ ഓടേണ്ടത്, ആഗ്രഹിക്കേണ്ടത് പള്ളിയിൽ നേരത്തെ എത്താനാണ്. എന്റെ ചെറുപ്പക്കാർ രണ്ടാമത്തെ ഖുത്ബയുടെ സമയത്തായിരിക്കാം ചിലർക്ക് ഓടിക്കതച്ച് വരുന്നത്. എന്നാലോ ആരാ നേരത്തെ എണീറ്റ് പോകുന്നത്? പള്ളിയിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് വല്ലതും മറന്നു വെച്ച പോലെ എണീറ്റ് പോകുന്നവർ. കേൾക്ക് മുന്നുമോനെ, സൈബർ ലോകത്ത് ജീവിക്കുന്ന ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കേൾക്കണേ, നാളെ നിനക്കൊരു ലോകം വരാനുണ്ട്. നാളെ നിനക്കൊരു ലോകം വരാനുണ്ട്. അത് നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത മൊമെന്റ് തന്നെ നാളെയായെന്നിരിക്കാം. എത്ര പേരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഗൾഫ് നാടുകളിൽ നിന്ന് സൈലന്റ് അറ്റാക്ക് വന്നിട്ട് ലോകത്തേക്ക് വന്നത്, കേരളത്തിലേക്ക് തിരിച്ചു വണ്ടി കയറിയത്? ജീവനറ്റ എത്ര ശരീരങ്ങളാണ് ഈ 1.5 മാസത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഓരോ നാട്ടിലും 1-2 പേരുണ്ട്. ഓരോ നാട്ടിലും ഇങ്ങനെ മരണങ്ങളോട് മരണങ്ങളാണ്. മരണം തന്നെ മരണം. ഈ ഒരു സമയത്താണ് എന്റെ ചെറുപ്പക്കാർ അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുന്നേറുന്നത്. സഹബാൻ റളിയല്ലാഹു തആല അൻഹുള്ള സദസ്സിൽ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, ഞാനിനി നാട്ടുകാരോട് ഞാനിനി ഒരാളുടെ മുമ്പിലും കൈനീട്ടുകയില്ല എന്ന് ഒരാൾ എന്നോട് ജാമ്യം നിന്നാൽ, ഒരാൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ അവന് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ചിന്തിക്കാതെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞിട്ടുണ്ട്, അനയാ റസൂലല്ലാഹ്. അതായിരുന്നു പൊന്നുമോനെ മത്സരം, അതായിരുന്നു പൊന്നുമോളെ മത്സരം. റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്, റബ്ബിന്റെ വേണ്ടിയിട്ട്, നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളായിരുന്നു അത്. കേൾക്കണേ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിലാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കൊണ്ടുവരുവിൻ, ദീനിന് വേണ്ടിയിട്ട് സംഭാവനകൾ ആവശ്യമുണ്ട്, കൊണ്ടുവരണേ എന്ന് പറഞ്ഞപ്പോ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. അവിടുത്തെ കയ്യിൽ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമാണുള്ളത്. മദീന അങ്ങാടിയിൽ ചെന്നു. നേരത്തെ ടെക്സ്റ്റൈൽസുകാരനാണ് സിദ്ദീഖ് അവറുകൾ. അവിടുത്തെ ഉപ്പ ഖുഹാഫ എന്നവർ അന്നറിയപ്പെടുന്ന ജ്വല്ലറിക്കാരനുമായിരുന്നു. എല്ലാം കൊടുത്തു തീർന്നപ്പോ അവസാനം ഹബീബ് ചോദിച്ചപ്പോ
ഊരിയെടുത്തിട്ട് മദീന അങ്ങാടിയിൽ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് വിറ്റ് കിട്ടിയ കാശ് ഹബീബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു നടക്കുമ്പോൾ എങ്ങനെയാ ഹബീബിന്റെ മുമ്പിൽ ജമാഅത്തിന് വേണ്ടി പോയി നിൽക്കുക എന്ന വേപത ഉണ്ടായി. കാരണം കീറാത്ത മുറക്കല്ലാത്ത ഡ്രസ്സുകളില്ല, എല്ലാം പിന്നിയത്, എല്ലാം കീറിയത്. ഈ കീറിയ വസ്ത്രങ്ങളുമായിട്ട് എങ്ങനെയാ ജമാഅത്തിന് പോകുന്നത്? ഔറത്ത് മറക്കാൻ മാത്രം നല്ല മനോഹരമായ വസ്ത്രങ്ങളില്ല. ഈത്തപ്പനയുടെ നാരുകൾ കൊണ്ടുവന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വസ്ത്രങ്ങളെ തുന്നി എല്ലാ ഓട്ടകളും ഭദ്രമായിട്ട് അടച്ചപ്പോ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, റവാത്തിബ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ബിലാൽ മുഅദ്ദിൻ എന്നവർ ഇഖാമത്ത് വിളിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് മിഹ്റാബിലേക്ക് കയറി നിന്നിട്ടുണ്ട്. വലതുഭാഗത്ത് നിന്നിരുന്ന സിദ്ദീഖ് തങ്ങൾ പള്ളിയിലെത്തിയിട്ടില്ല. അവിടുന്ന് വജ്ജഹത്ത് കഴിഞ്ഞിട്ട്, അവിടുന്ന് ഫാത്തിഹ കഴിഞ്ഞിട്ട്, അവിടുന്ന് സൂറത്ത് കഴിഞ്ഞിട്ട്